ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ട് കവർ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോയാണ്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ? ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് നോട്ട്ബുക്കിൽ ഒട്ടിക്കാം, ജേർണലിങ്ങിന് ഒട്ടിക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ സജഷൻസ് കിട്ടും. ക്യൂട്ടായിട്ടുള്ള ഇഷ്ടം പോലെ പടങ്ങൾ കിട്ടും. അപ്പോൾ ഞാനിവിടെ സാൻറിയോ ക്യാരക്ടേഴ്സിനെ ഉദ്ദേശിച്ചാണ് എടുത്തേക്കണേ. അപ്പോൾ ഞാൻ സാൻറിയോ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചിട്ട് ഇതുപോലൊരു പിക്ചർ കണ്ടു. അപ്പോൾ നമുക്ക് ഇത് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ക്യാരക്ടേഴ്സിനും വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വരയ്ക്കണ ബ്രേക്കിൽ ഞാൻ നിങ്ങൾക്ക് പിൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ പിൻട്രസ്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും. ഡ്രോയിങ്ങിനും ക്രാഫ്റ്റിങ്ങിനും ഹോം ഡെക്കറിങ്ങിനും ഒക്കെ ഇഷ്ടം പോലെ ഇൻസ്പിറേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് പെൻ വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കളർ അടിക്കാനാണ്. അപ്പോൾ നമ്മളിത് കളറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമ്മൾ വരച്ച ക്യാരക്ടേഴ്സിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് പൊളിച്ച് കഴിഞ്ഞ് കിട്ടുന്ന കവറ് അല്ലെങ്കിൽ എന്നെപ്പോലെ പ്ലാസ്റ്റിക് ഇതെടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ അതിൻ്റെ മുഖത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഇതിൻ്റെ പൊക്കത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനെല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് മുറിച്ചെടുക്കാൻ പോവാണ്. പിന്നെ നമ്മളിത് കണ്ടിക്കുമ്പോൾ ആ ഒരു സ്റ്റിക്കറിൽ നിന്ന് കുറച്ച് അകത്തി കണ്ടിക്കണം, എന്നാലേ നമുക്കത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിക്കറിൽ കണ്ടോ, അതിന് കുറച്ച് അകത്തി ടേപ്പ് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പൊളിക്കുമ്പോൾ ഒട്ടിക്കാൻ പറ്റും. ഇനി നമുക്കിത് വർക്കിംഗ് ആവുമോ നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഓരോ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് പൊളിച്ച് നോക്കാം. കാര്യം പറഞ്ഞത് പൊളിക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊളിഞ്ഞു വരണില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പുറകിലത്തെ സംഭവമാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് എളുപ്പം പൊളിഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അതാ ഒട്ടിച്ച് നോക്കാം. കാര്യം അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഒട്ടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് അങ്ങ് ഒട്ടിച്ചു. അപ്പോൾ ഇതോടെ നമ്മൾ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ്.